ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും അറിഞ്ഞു കാണും നമ്മളെ ജോയി ചേട്ടൻ്റെ മരണ വാർത്ത അല്ലേ, മൃതദേഹം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ആ ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് നേരമായിട്ടോ കണ്ടിട്ട്. അപ്പം നമ്മുടെ റെയിൽവേ അധികൃതരും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ മേയറും എല്ലാവരും വാർത്തയ്ക്ക് അതായത് വാർത്താ മെമ്പേഴ്സിൻ്റെ ന്യൂസ് ചാനൽസിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പാർട്ടി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ളവരായിക്കോട്ടെ, എല്ലാവരും ഈ മേയറെയും അതുപോലെ തന്നെ റെയിൽവേ അധികൃതരെയും കുറ്റം പറയുന്നത് ഞാൻ കണ്ടു. പിന്നെ അവർ ശരിക്കും മേയർ അഭിനയിച്ച് കരഞ്ഞതാണ്, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു അഭിനയമാണ് എന്നുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പാർട്ടിക്കാരും നിന്ന് സംസാരിക്കുന്നുണ്ട്. അത് അവരുടെ ധർമ്മം മാത്രമല്ല, അത് അവരുടെ കഴിവ്. പിന്നെ ഉള്ളത് നമ്മുടെ റെയിൽവേ അധികൃതരാണ്. അവർ പറയുന്നത് അത് കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമ്മുടെ മേയറിൻ്റെ ആണ്, അവരുടെ അല്ല. റെയിൽവേ ആയിട്ടൊരു ബന്ധവുമില്ല, കാരണം കോർപ്പറേഷൻ്റെ ആണ് വേസ്റ്റ് മൊത്തം കോർപ്പറേഷൻ്റെ ആണ് എന്നാണ് പറയുന്നത്. അതായത് വേസ്റ്റ് മുഴുവൻ കോർപ്പറേഷൻ്റെ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കോർപ്പറേഷൻ, എനിക്ക് തോന്നുന്നു മേയർ വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേസ്റ്റ് ആയിരിക്കണം അത്. അത്രയും വേസ്റ്റ് ആ വെള്ളത്തിൽ കിടന്ന് ഡംപ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ മേയർ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരിക്കണം, അല്ലാതെ വേസ്റ്റ് അങ്ങനെ വരില്ലല്ലോ. അല്ലെങ്കിൽ ഒരിക്കലും റെയിൽവേ അധികൃതർ മേയറെ കുറ്റം പറയില്ല, കോർപ്പറേഷനെ കുറ്റം പറയില്ല. അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരും നമ്മളെ കേരളീയരും പറയുന്നത് മുഴുവൻ മേയറേയും കോർപ്പറേഷൻ്റെയും ആണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം, ആ പാവപ്പെട്ട മനുഷ്യൻ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പൈസക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട വീട്ടിലെ ഒരാളാണ്. അപ്പം അത്യാവശ്യം ഉള്ള വീട്ടിലൊരു വ്യക്തിയാണെങ്കിൽ എന്തായാലും ഈ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഇറങ്ങൂല. അപ്പം അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയൊരു സല്യൂട്ട് കൊടുക്കണം. ആദ്യം അദ്ദേഹം ഇറങ്ങാൻ തയ്യാറായി, അത് ക്ലീൻ ചെയ്യാൻ തയ്യാറായി. തൻ്റെ അവസ്ഥയെ കൊണ്ട് മാത്രമാണ്, ഒരു സേഫ്റ്റി പ്രിക്കോഷൻസും എടുക്കാതെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാത്രമാണ്. അപ്പം ഞാൻ ഈ കോർപ്പറേഷൻകാരെയോ അല്ലെങ്കിൽ റെയിൽവേ അധികൃതരെയോ അല്ല ഞാൻ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ അവരെയല്ല ഞാൻ ചൂഷണം ചെയ്യാൻ പോകുന്നത്, നമ്മളെയാണ്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിനെയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഡംപ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുള്ള വേസ്റ്റ് മുഴുവൻ അവിടെയും ഇവിടെയും റോഡ് സൈഡിലും ഉള്ള വെള്ളത്തിലും പുഴയിലും കുളത്തിലും എല്ലാം ഡംപ് ചെയ്യാണ് അല്ലേ, എല്ലാ വേസ്റ്റും. ഹോട്ടലിൽ നിന്ന് വരുന്ന മാലിന്യം ആയിക്കോട്ടെ, അല്ലാത്ത മാലിന്യം ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഡംപ് ചെയ്യുന്നത് മൊത്തം എവിടെയാണ്? നമുക്ക് ചുറ്റുമുള്ള സ്ഥലത്താണ്. അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ളൊരു പ്ലേസിലല്ല നമ്മളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലേസ് ഇല്ല. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മളോ അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനത്തെ വേസ്റ്റുകൾ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡംപ് ചെയ്തിട്ടും നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ജോയി ചേട്ടൻ ഇനി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റും അതുപോലെ അതിന് വേണ്ടപ്പെട്ട അധികൃതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒഫീഷ്യൽസ് ഉണ്ടെങ്കിൽ, അവരും ഇതിന് വേണ്ടി ഒരു മുൻകൈ എടുത്തിട്ട് ഇതുപോലെ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ്, വേസ്റ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാക്റ്റ് ഒരു സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ നാട്ടിൽ ഈ വേസ്റ്റ് അവിടെ കളയരുത് ഇവിടെ കളയരുത് എന്നുള്ളൊരു ബോധവൽക്കരണം കൊടുത്തിട്ടും കാര്യമില്ല. കാരണം നമ്മളാരും അറിയാത്തവരല്ല, നമ്മൾ എന്നിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതിനൊരു കുറ്റക്കാരനാണ്. ഈ ഒരു മരണത്തിന് എല്ലാവരും ഈക്വലി കുറ്റക്കാരാണ്. ഒരിക്കലും മേയറോ അല്ലെങ്കിൽ റെയിൽവേ അധികൃതർ മാത്രമല്ല, നമ്മളും ഗവൺമെൻറ്റും എല്ലാം കുറ്റക്കാരാണ്. നമുക്കുള്ളൊരു വേസ്റ്റ് ഡംപാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ആ മരണത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ അമ്മയോട് ഉത്തരം പറയണത് നമ്മളൊക്കെ തന്നെയാണ്. എന്തായാലും സങ്കടമുള്ളൊരു വാർത്തയാണ്, എങ്കിലും ഒരുപാട് സങ്കടം.